ഇതാണ് വിന്നി ഹോക്ക്. ഇതിന്റെ പെഡിഗ്രി അറിയണ്ടേ? പെഡിഗ്രി? ആ, അതായത് പപ്പ, മമ്മി, ഗ്രാൻഡ് ഫാ തുടങ്ങിയവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. അവരെത്ര റേസിൽ ജയിച്ചിട്ടുണ്ട്, എത്ര ഡെർബി അടിച്ചിട്ടുണ്ട്, ഈ വിവരങ്ങളൊക്കെ റേസ് കോഴ്സിൽ വിളിച്ചു പറഞ്ഞാണ് ഇവരെ പരിചയപ്പെടുത്തുക. ഇതിന്റെ പപ്പ എന്നെ പോലെ ആംഗ്ലോ ഇന്ത്യനാ, മമ്മി ഇന്ത്യക്കാരിയാ, സുൻസുൻ. പ്രസവത്തോടെ ഇതിന്റെ തള്ള ഡൈറ്റ്. പിന്നെ ഇതിന് ഈ സ്മാർട്ട്നെസ് ഒക്കെ കിട്ടിയത് എന്റെ കൂടെ വന്നതിന് ശേഷമാണ്. പതുക്കെ. ഞാൻ വിന്നിയെ ഒന്ന് റൈഡ് ചെയ്തോട്ടെ? അയ്യോ, ഭയങ്കര ഡേഞ്ചറസാ. കൊള്ളാം. ഓ, ഇപ്പൊ മനസ്സിലായി എനിക്ക് ഡേവിഡ് എന്തുകൊണ്ടാ ജോക്കി ആവാത്തെന്ന്. എന്താ? ഡേവിഡിന് പേടിയാ. മെടുക്കൻ മോൻ. എന്നെ പോലെ തന്നെ സ്മാർട്ടാ. വാ, നമുക്ക് ടേബിളിലോട്ട് പോവാം. സുന്ദരവും കൊടയിൽ വെങ്കടേഷും തമ്മിൽ കോംപ്രമൈസ് സ്ഥിതിക്ക് ഇനിയും ബുക്കീസിൽ ഒത്തുകളി നടക്കും. അങ്ങനെ വല്ലതും നടന്നാ തീർച്ചയായും നിങ്ങൾ വിവരമായിരിക്കും. ഞാനില്ല ഇവിടെ. അമൃത, പോകാം. താങ്ക് യു സ്റ്റെല്ല. ഡോക്ടറോട് പറയണം ഡെലിവറിയുടെ ടൈം എന്നെ അറിയിക്കാൻ. ഷുവർ. ഓ മൈ ഗോഡ്, നിങ്ങളുടെ കാസറ്റിൽ കുതിരയുടെ പ്രസവം കവർ ചെയ്യുന്നുണ്ടോ? യെസ്. സ്റ്റെല്ല വീട്ടിലേക്കല്ലേ? ഞാൻ വരും. ബൈ ബൈ. Bend forward, tight and grip. കടിഞ്ഞാണ് ഇങ്ങനെ പിടിച്ച് ബോഡി വെയിറ്റ് ഓൺ യുവർ knees and come on Blackie, come on Blackie, come on hurry up, come on. അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. നിനക്കിതൊക്കെ പറ്റൂ, പൊയ്ക്കുതിര മേൽ സവാരി ചെയ്യാൻ. അപ്പൊ ജൂനിയർ, ബാക്കി ഞാൻ നാളെ പഠിപ്പിച്ചുതരാം. എന്താ? ശരി. പഠിപ്പിക്കായിരുന്നല്ലേ? അത് കൊള്ളാം. അവനവൻ തന്നെ പഠിക്കാതെ. നീ ഇങ്ങോട്ട് വന്നേ, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. നീ എങ്ങനെ പറ്റിയ എന്താ കാണിക്കുന്നത്? സ്റ്റെല്ല, നീ എന്താ ഇങ്ങോട്ട് വന്നത്? പപ്പ പറഞ്ഞിട്ടാ അമൃതയുടെ കൂടെ. എനിക്ക് തന്നിയോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. നീ ഇവിടെ വെയിറ്റ് ചെയ്യട്ടോ, ഞാൻ ഇപ്പൊ വരാം. ഡോക്ടറെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കും. മോർണിംഗ്. ഹേയ് രാഹുൽ. അമൃത, ഐ വിൽ ബി ദേർ. ഓക്കേ. മോനെ കാണാനാ ഞാൻ വന്നത്. വരൂ. വേണ്ട വേണ്ട, കുട്ടിയെ ഒരിടത്തും കൊണ്ടുപോകാനൊക്കില്ല. ഞങ്ങളെ ഏൽപ്പിച്ച കാര്യമാണ്. ബൈ. ഒരു പെണ്ണിന് വേണ്ടി 3-4 ചെറുപ്പക്കാർ മത്സരിക്കുക, അവളെ കെട്ടാൻ വേണ്ടി പരസ്പരം പാര വയ്ക്കുക, അത് യൂഷ്വലാ. അത് കുറെ കളിച്ച് മടുത്തവനാ ഞാൻ. നീ എന്താ പറഞ്ഞു വരുന്നത്? എ ഫ്രണ്ട്ലി ടോക്ക്. നീ ഇന്നലെ സ്റ്റെല്ലയും കൊണ്ട് എവിടെയാ പോയിരുന്നത്? സ്കൂട്ടറില്. മ്യൂസിക് ഹോളിൽ കാസറ്റ് വാങ്ങിക്കാൻ, പിന്നെ ഷോപ്പിംഗ്, കോഫി ഷോപ്പ്. എന്താ? ഏയ് ഒന്നുമില്ല, വെറുതെ അന്വേഷിച്ചെന്ന് മാത്രം. ഓ, അതെ, ഇവിടെ വലിയ വലിയ റേസുകളിൽ പങ്കെടുത്ത് ജയിച്ച് ഓട്ടം നിർത്തിയ പെൺകുതിരകളുണ്ട്. അവയെ ഇണചേർത്താനായിട്ട് 60-70 ലക്ഷം രൂപ മുടക്കി ഫോറിനിൽ നിന്നും ആൺകുതിരകളെ വരുത്തും. അവയെ സ്റ്റാലിയൻ എന്ന് പറയും. സ്റ്റാലിനും ക്രൂഷോയും ഒക്കെ നീ എന്തിനാ എന്നെ പഠിപ്പിക്കുന്നത്? പറയുന്ന മുഴുവൻ കേക്ക്. ഈ ആൺകുതിരകളെ പെൺകുതിരകളുടെ മുന്നിലേക്ക് പെട്ടെന്ന് വിട്ടാൽ കുഴപ്പമാവും. അതുകൊണ്ട് ഈ പെൺകുതിരകളെ ഒന്ന് പാകപ്പെടുത്തി എടുക്കാൻ, ഐ മീൻ ഒരു റൊമാൻറ്റിക് മൂഡിൽ എത്തിക്കാൻ ആദ്യം ഒരു കോവർ കഴുതയെ പറഞ്ഞു വിടും. അവയ്ക്കൊക്കെ തൊട്ടും തലോടിയും അടുത്ത് നിൽക്കാമെന്നല്ലാതെ കാര്യം സാധിക്കുന്നത് സ്റ്റാലിയൻ തന്നെ ആയിരിക്കും. നിന്റെ ഗതിയും അത് തന്നെയാണ്. എന്ന് വെച്ചാ? അതായത് നിനക്ക് സ്റ്റെല്ലയുടെ പിന്നാലെ ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നടക്കാമെന്നല്ലാതെ കാര്യം സാധിക്കുന്നത് ഈ സ്റ്റാലിയൻ ആയിരിക്കും. ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസ്. പൊടിക്കുപ്പി പോലത്തെ നിനക്ക് ഹീറോ ആണോ? അല്ലടാ എന്ത് പറഞ്ഞാ പന്നി പാട്ടി നിന്നെ നീ എന്നെ ഒരു ചുക്കം കാണിക്കുള്ള. നിന്നെയൊക്കെ തൊട്ടാ ഞാൻ നാറുള്ളൂടാ. എന്താ ഡേവിഡ്? എന്താ ഇത്? എല്ലാം നിനക്ക് വേണ്ടിയാണ് സ്റ്റെല്ല. എനിക്ക് മകളെ ഒരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അവൾക്ക് ഇൻട്രസ്റ്റ് മ്യൂസിക്കിലായിരുന്നു. എന്നാൽ ഇപ്പൊ ഗോഡ്സ് ഗ്രേസ് മോളെ കെട്ടാൻ ഒരു ഡോക്ടർ തന്നെ വന്നു. ഡേവിഡിന് സ്റ്റെല്ലേ ജീവനാണ്. അതുപോലെ തന്നെ അവൾക്ക് അവനോടും. ഈ മാരേജിന്റെ കാര്യം അറിയുമ്പോ എന്റെ മോൻ. ഡോണ്ട് വറി, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. മമ്മി, മമ്മി നിങ്ങൾ എവിടെ പോയിരുന്ന? വീട് പൂട്ടിയിട്ട്. ഇതെന്താ ഇത് ഡേവി? എന്ത് പറ്റി? ഞാൻ കുതിരപ്പുറത്ത് നിന്ന് വീണു. അല്ല ആന്റി, ഡേവിഡ് സന്യമായി വഴക്കിട്ടതാ. നല്ലോണം കിട്ടി. ഓ മൈ പൂർ ബോയ്. നോട്ട് പൂർ ബോയ്, പവർഫുൾ ബോയ്. ഞാൻ അവനിട്ട് ശരിക്കും പഞ്ച് കൊടുത്തിട്ടുണ്ട്. ആസ്കർ പറ. എന്തിനാടാ നീ ഇതിനെല്ലാം പോകുന്നത്? ഐ കാൻ ബെയർ ഓൾ ദിസ്. മിസ്സിസ് ഐസക് വിഷമിക്കണ്ട. എന്തിനാ ഡേവിഡ് മമ്മിയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? വേദന എനിക്കാ.
മോളെ ആന്റിയെ വീട്ടിൽ കൊണ്ടു വിടൂ. ചെല്ലു. ഡേവിഡിന് എന്താ പറ്റിയതെന്ന് അങ്കിൾ നോക്കട്ടെ. നോക്കിട്ട് വരൂ, ചുമ്മാ നോക്കട്ടോ. വാ, കമോൺ. ക്ഷീണം മാറ്റാൻ മാത്രമല്ല ശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന മരുന്നാണിത്. വർഷങ്ങളുടെ എന്റെ പരീക്ഷണ ഫലം. സർക്കാരിന്റെ അംഗീകാരം ലഭിക്കാൻ പോകുന്ന ലോകത്തിലെ ആദ്യത്തെ ഉത്തേജന മരുന്നായിരിക്കും ഇത്. ബെൻ ജോൺസണ് വെല്ലുന്ന എനർജി, ഊർജം, സ്പീഡ്. ഡേവിഡിന് പെട്ടെന്ന് ജോക്കിയാവണ്ടേ? വെരി ഗുഡ്. കിടക്കൂ. ഇന്ന് വേണോ ഡോക്ടർ? വേണം. കിടക്കൂ. പയ്യെ, 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 പയ്യെ. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഫീലിങ്സ് ഈശോയെ നീ രക്ഷിക്കണം. സക്സസ്. താങ്ക് ഗോഡ്. എന്റെ പരീക്ഷണം വിജയിച്ചു. എന്താ ഇത്? പപ്പ, ഡേവിഡിനെ നിങ്ങൾ ഓടിക്കോ, ഓടിക്കോ. അയ്യോ, ഡേവിഡ്, എന്നെ മോളൊന്നും ചെയ്യരുത്. ഡേവിഡ്, നിനക്ക് എന്ത് പറ്റി? എനിക്കൊന്നുമില്ല. നിന്റെ പപ്പയുടെ കിറുക്കൊന്ന് അവസാനിപ്പിക്കാനാ. പലരും ഈ കുത്തിവയ്പ്പിനെ വിളിപ്പിച്ച് എനിക്കറിയാം. ഇന്നത്തോടെ എല്ലാം റെഡിയാക്കി തരാം. ഡേവിഡ്, പ്ലീസ്. ഡേവിഡ്, എന്നെ ഒന്നും ചെയ്യരുത്. ഒരു ഇഞ്ചക്ഷൻ കൊടുത്താ ഇല്ല, ഇന്നത്തോടെ എല്ലാ പരീക്ഷണവും നിർത്തി ഡേവിഡ്. നിർത്തിയല്ലേ? സത്യം. അയ്യോ, എന്റെ ജീവിതത്തിൽ എല്ലാം അടിച്ചുകൊടുത്തേ. എന്നെ കൊല്ലല്ലേ. അയ്യോ, കാല് പിടിക്കാം. കാല് പിടിച്ചു, കാല് പിടിച്ചു. എന്താ കൊടയിൽ വെങ്കടേഷ് ഇവിടെ? ഹലോ ദേവരാജ്. ഹലോ. ഈ നിലയിൽ എന്നെ ഇവിടെ പ്രതീക്ഷിച്ച് കാണില്ല അല്ലേ? റേസ് കോഴ്സിൽ വെങ്കടേഷിന് ശത്രുക്കളുണ്ട്. പക്ഷെ വെങ്കടേഷ് ഒരാളെയും ശത്രുവായി കാണില്ല. അതാ ഞാനിങ്ങോട്ട് വന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ. ഈ സ്റ്റെറ്റ് ഫാമിന് നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? അതിന് തക്ക റിട്ടേൺസ് ഉണ്ടോ? അതുകൊണ്ടാ ഞാൻ പറയുന്നത്. ഇടയിൽ മത്സരിച്ച് പണം കളയുന്നതിന് പകരം നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഒരു സിൻഡിക്കേറ്റായി പ്രവർത്തിക്കാം. ഇവിടെ മാത്രമല്ല, പൂനെയും ബോംബെയും കൽക്കത്തയും ഒക്കെ നമ്മുടെ കയ്യിൽ വരും. എന്തു പറയുന്നു? എനിക്കൊന്ന് ആലോചിക്കണം. അടുത്ത റേസിന് ദിവസങ്ങൾ അധികമില്ല. അതിനു മുമ്പ് തീരുമാനിക്കണം. ഷുവർ. അപ്പൊ ഞാൻ ഓക്കെ. എന്തിനായിരുന്നു അയാളോടൊപ്പം ഒരു ടീമായി നിന്നുകൂടെ എന്ന് ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. എന്താ ഇത്ര ആലോചിക്കാൻ? വിന്നിയിൽ നിനക്ക് വിശ്വാസമില്ലേ? എന്നെ നിനക്ക് വിശ്വാസമില്ലേ? നമ്മൾ അയാളോട് മത്സരിക്കണം, തോൽപ്പിക്കണം. ഞാൻ ഉറപ്പ് തരാം.
ഞാൻ മോനെ ഒന്ന് സ്കൂളിൽ വിളിക്കാൻ വന്നപ്പോ എനിക്ക് അച്ഛനില്ലെന്ന് പറഞ്ഞല്ലേ, അതെന്താ? അത് പേടിച്ചിട്ടാ. എന്തിനാ പേടിച്ചേ? അമ്മമ്മ പറഞ്ഞു നിങ്ങൾ ചീത്തയാണെന്ന്. അപ്പൊ നേരത്തെ കേട്ടിട്ടുണ്ട്. ഫോട്ടോയും കണ്ടിട്ടുണ്ട് പേപ്പറിൽ. ഇപ്പൊ മോന് പേടിയുണ്ടോ? ഇല്ല. അച്ഛന്റെ കൂടെ നിൽക്കാൻ മോന് ഇഷ്ടാണോ? ഇഷ്ടാ. അമ്മമ്മ വന്ന് പിടിച്ചോണ്ട് പോയാലോ? ഇല്ല, ആരും നിന്നെ കൊണ്ടുപോകില്ല. അച്ഛൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല, ആർക്കും. ഹലോ ഗൗതം, ഹാവ് എ ഡ്രിങ്ക്? നോ താങ്ക്സ്. ഗുഡ്. വളച്ചുകെട്ടില്ലാതെ പറയാം, അതാണ് എൻ്റെ നേച്ചർ. റൂബി ദേവരാജിനെ തോൽപ്പിക്കേണ്ടത് ഇപ്പോഴെൻ്റെ ഒരു ആവശ്യമാണ്. അതിന് പണം എനിക്കൊരു പ്രശ്നമല്ല. പ്രൈസ് മണിയുടെ 50% ജോക്കി ഷെയറായി ഞാൻ തരാം. ഗൗതമിന് എൻ്റെ കൂടെ നിൽക്കാമോ? വിന്നി ഹോക്കിന്റെ സ്റ്റേബിളിൽ ചാണകം വരാൻ ഒരാളെ ആവശ്യമുണ്ട്. കൂലിയായി ദിവസം 50 രൂപ ഞാൻ കൊടുക്കും. മിസ്റ്റർ വെങ്കടേഷിന് എൻ്റെ കൂടെ നിൽക്കാവോ? ഗൗതം, നിൽക്ക്. സാറ് വിളിക്കുന്ന കേട്ടില്ലേ? എന്നെ സഹായിക്കാൻ വെങ്കടേഷിന് ആത്മാർത്ഥമായും ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അതിങ്ങനെ ആവില്ലായിരുന്നു. ഞാൻ ആത്മാർത്ഥമായും ശ്രമിച്ചതാണ്, പക്ഷേ അത് കുറ്റപ്പെടുത്തുകയല്ല. ഗൗതമിനെ ഇനിയും ജയിക്കാൻ വിട്ടാൽ അപകടമാണ്. എനിക്കത് ദോഷം ചെയ്യും. ഇല്ല, ഞാൻ അതിനൊരു വഴി കണ്ടിട്ടുണ്ട്. പ്ലാനിംഗ് ഒന്നും എനിക്ക് കേൾക്കണ്ട. അവനെ തോൽപ്പിക്കണം. പെട്ടെന്ന് കയറി വരാൻ പറ്റാത്ത വിധത്തിൽ തറ പറ്റിക്കണം. അതാണ് എന്റെ ആവശ്യം. എങ്കിലും നമ്മുടെ ബിന്നിയെ പോലെ എല്ലാ ലക്ഷണങ്ങളും ഒത്ത കുതിരയെ കിട്ടാൻ വലിയ പ്രയാസമാണ്. വിന്നിയുടെ മിടുക്കൊണ്ട് മാത്രമാണ് ഈ റേസുകളെല്ലാം ജയിച്ചതെന്ന് മൊയ്തുക്ക പറയരുത്. പകുതി എന്റെ മാസ്റ്ററുടെ കഴിവ് കൂടിയാണ്. A jockey's role is very important, you know. നീ ഇത് പറയുമ്പോ ഊറ്റം കൊള്ളുന്നത് എന്തിനാ? സ്റ്റേബിൾ ബോയ്സ് എന്നും സ്റ്റേബിൾ ബോയ്സ് ആയിട്ട് കഴിയാനേ യോഗമുള്ളൂ. ആ ധാരണ ഞാൻ തിരുത്തി കുറിക്കും മൊയ്തുക്ക. ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജോക്കിയായി മാറുമ്പോ മൊയ്തുക്ക എന്നെ മറക്കരുത്. ആ ഒരു റിക്വസ്റ്റ് മാത്രം. ഹലോ, ഞങ്ങൾ ഹിന്റ് പത്രത്തിന്റെ ആൾക്കാരാണ്. നിങ്ങളുടെ ഷൈനിങ് സ്റ്റാർ വിന്നിയുടെ ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. പിന്നെന്താ, കൂട്ടത്തിൽ എന്റെ ഒരു ഫോട്ടോ കൂടി എടുക്കണം. എനിക്ക് ആ വിന്നിയുടെ ഫുൾ ചാർജ്. Sure. പ്ലീസ് കം. ദിസ് ഇസ് അവർ വിന്നി. വിന്നി കോൾ അടിച്ചു. അതെ, ഫോട്ടോയുടെ താഴെ ഡേവിഡ് ഇന്ന് സ്റ്റേബിൾ ബോയ്, നാളെ ജോക്കി എന്നിവിടെ കൊടുത്തേക്കണേ. അത് വേണോ? എങ്കിൽ നിങ്ങളുടെ സ്റ്റൈൽ എങ്ങനെയാന്ന് വെച്ചാ അങ്ങനെ കൊടുത്താൽ മതി. റെഡി. സ്മൈൽ പ്ലീസ്.
സാർ നമ്മുടെ വിന്നി ഇവൻ ഒരു കുതിര നഷ്ടപ്പെട്ടാൽ ഞാൻ സഹിക്കും. അതിന്റെ ഉടമ ഞാനാ. ഒരു കൊലക്കുറ്റത്തിന് ഉത്തരം പറയാൻ എനിക്കാവില്ല. വേണ്ട ഗൗതം. മാഡം, ദിസ് ഈസ് ടു മച്ച്. ഒരു സ്റ്റഡ് ഫാമിൽ അതിക്രമിച്ച് കയറി വെടിവെക്കുക, അതും പകൽ, എത്ര പേരുടെ മുന്നിൽ വെച്ച്. ഐ നെവർ എക്സ്പെക്ടഡ് സച്ച് തിങ്സ് ഫ്രം യു. ആർ യു അക്യൂസിംഗ് മീ മിസ്റ്റർ DGP? ഇതിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചെന്ന് എനിക്കറിയാം. എങ്കിൽ പ്രതികൾക്കെതിരെ കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണം. സ്വാധീനമുണ്ടെന്ന് കരുതി എന്തും ചെയ്യരുത്. അത് എന്നെപ്പോലുള്ള പോലീസ് ഓഫീസേഴ്സിന് പ്രയാസം ഉണ്ടാക്കും. ഗൗതമിനോടുള്ള പകപോക്കാനല്ലേ നിങ്ങൾ ഈ ചെയ്യിച്ചത്? നേരത്തെ എന്നോട് പറഞ്ഞ വഴി ഇതാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇന്ന് കുതിരയെ വെടിവെച്ചു, ഇനി ഗൗതമിനെ തന്നെ. ഇല്ല, അങ്ങനെ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എനിക്ക് നേരത്തെ ആകാമായിരുന്നു. ഗൗതം ജീവിക്കണം. എന്റെ മകളെ തട്ടിയെടുത്തതിന് പകരം അവന്റെ മകനെ ഞാൻ സ്വന്തമാക്കുന്നത് ഗൗതം കാണണം. ആ വേദന അവൻ അനുഭവിച്ചറിയണം. അന്ന് പലരുടെയും മുന്നിൽ വെച്ച് അവൻ എന്നെ അപമാനപ്പെടുത്തിയത് ഞാൻ മറക്കുമെന്ന് കരുതിയോ ദാസ്? ഇല്ല. എന്റെ മകൾ നഷ്ടപ്പെട്ടതിന്, എന്റെ സ്വസ്ഥത നശിപ്പിച്ചതിന് ഗൗതമിനോട് ഞാൻ പകരം ചെയ്യും. അതിനുവേണ്ടി ഞാൻ അവനെ തളർത്തും. പറക്കുന്ന അവന്റെ ചിറകുകൾ ഓരോന്നായി ഞാൻ വെട്ടിയെറിയും. ഐ വിൽ മേക്ക് ഹിം എ ക്രിപ്പിൾ, മിസ്റ്റർ DGP.